ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു MLT അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതായത് മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിനേഷൻ്റെ പത്തോളജി പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ഭാഗം. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് പാർട്ട്, അതായത് 11ാമത്തെ ചോദ്യം തൊട്ട് 20ാമത്തെ ചോദ്യം വരെയുള്ള ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ 11ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് യൂഷ്വലി ട്രാൻസ്മിറ്റഡ് ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ഓപ്ഷൻ എ സിഫിലിസ്, ബി ഹെപ്പറ്റൈറ്റിസ് എ, സി മലേറിയ, ഡി HIV. സോ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ 3 എണ്ണം ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. ആൻഡ് 1, അതായത് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുമ്പോൾ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ത്രൂ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിലും സി ആണെങ്കിലും കറക്റ്റ് ആയിരുന്നു. അതായത് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് റിലേറ്റഡ് ആണ് ബിയും സിയും. ബട്ട് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി the source of infection is contaminated food and water. Then syphilis, malaria, HIV എല്ലാം ഇതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. കാരണം ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പം ഇറ്റ് മീൻസ് ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ഐദർ ബ്ലഡ് ഓർ ബ്ലഡ് പ്രോഡക്ട്സ്. സോ അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാകാവുന്ന ഡിസീസസിൽ വരുന്നതാണ് സിഫിലിസും മലേറിയയും HIV ഒക്കെ. സോ ഇതല്ലാതെ മറ്റൊരുപാട് ഡിസീസസ് ഉണ്ട്. ഏതൊക്കെ അസുഖങ്ങളാണ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ഒരാൾക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ ബേസിക്കലി നമുക്ക് വൈറൽ ഡിസീസസ്, ബാക്ടീരിയൽ ഡിസീസസ്, പാരസൈറ്റിക് ഡിസീസസ് എന്ന് തരംതിരിക്കാം. അതിൽ വൈറലിൽ വരുന്നതാണ് HBV, ദാറ്റ് ഇസ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, നോൺ എ നോൺ ബി ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ദെൻ HIV, എപ്സ്റ്റീൻ ബാ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, ഹ്യൂമൻ ടി ലിംഫോട്രോപ്പിക് വൈറസ്, വെസ്റ്റ് നൈൽ വൈറസ്, പാർവോ വൈറസ് ആൻഡ് ഡെങ്കു വൈറസ്. ഇതെല്ലാമാണ് വൈറൽ ഡിസീസസ്. ബാക്ടീരിയൽ ഡിസീസസിൽ കോമൺലി വരുന്നത് സിഫിലിസ് ആൻഡ് ബ്രൂസെല്ല. പാരസൈറ്റിക്കൽ ആണെങ്കിൽ മോസ്റ്റ് കോമൺലി മലേറിയ, ദെൻ ടോക്സോപ്ലാസ്മ ആൻഡ് മൈക്രോഫൈലേരിയ. സോ ഇതെല്ലാമാണ് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. Question number 12. The anticoagulant preservative used for storage of blood in blood bank. ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റികോയാഗുലൻറ്റ് പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ഏതാണ്? ഓപ്ഷൻ എ CPD, ബി EDTA, സി ഓക്സലേറ്റ് ആൻഡ് ഡി ഫ്ലോറൈഡ്. സോ ബ്ലഡ് ബാങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻസ് എന്ന് പറയുന്നത് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് 3 ആൻറ്റികോയാഗുലൻസ് ആണ്. ACD ഉപയോഗിച്ചിരുന്നു, CPD, ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് CPDA എന്ന് പറയുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ്. ബാക്കിയുള്ള ആൻറ്റികോയാഗുലൻസ് നോക്കാം. EDTA, ഓക്സലേറ്റ്. EDTA ആയാലും ഓക്സലേറ്റ് ആയാലും ഇറ്റ് ഇസ് ദി ആൻറ്റികോയാഗുലൻറ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഹെമറ്റോളജി. EDTA ഈസ് ദ ആൻറ്റികോയാഗുലൻറ്റ് ഓഫ് ചോയ്സ് ഇൻ ഹെമറ്റോളജി. ഓക്സലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വലി യൂസ് ചെയ്യുന്നില്ല, കമ്പൈൻഡ് ഓക്സലേറ്റ് ആണ്. അതായത് ബാലൻസ്ഡ് ഓക്സലേറ്റ് ഓർ ഡബിൾ ഓക്സലേറ്റ് ആയിട്ട് അമോണിയം ഓക്സലേറ്റ് ഇസ് ടു പൊട്ടാസ്യം ഓക്സലേറ്റ് ഇൻ ദ റേഷ്യോ 3:2 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിൻട്രോപ്സ് മെത്തേഡിനാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഹെമറ്റോളജിക്കൽ മറ്റ് സ്റ്റഡീസിനും ഉപയോഗിക്കാം. ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് അതൊരു എൻസൈം പോയ്സൺ ആണ്. ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ്റെ ട്യൂബിൽ യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ്. സോ ദി കറക്റ്റ് ആൻസർ വിച്ച് ഇസ് ദാറ്റ് ഇസ് ദി ആൻറ്റികോയാഗുലൻ്റ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ഇൻ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് CPD ആണ്. CPD എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിട്രേറ്റ്, ഫോസ്ഫേറ്റ് ആൻഡ് ഡെക്സ്ട്രോസ്. സോ വിച്ച് ആർ ദി അതർ വൺസ്? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആൻറ്റികോയാഗുലൻറ്റ് പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഇൻ ബ്ലഡ് ബാങ്ക്. സോ ബേസിക്കലി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ACD ആണ്. ACD എന്ന് പറഞ്ഞാൽ ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ്. കോമൺലി നമ്മൾ ACD എന്ന് പറയും. 100 ml ബ്ലഡിലേക്ക് 15 ml ആൻറ്റികോയാഗുലൻ്റ് ആണ്, ACD ആൻറ്റികോയാഗുലൻ്റ് ആണ് എടുക്കേണ്ടത്. അതിൻ്റെ അത്തരം ഒരു ബ്ലഡിൻ്റെ, അതായത് ACD ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡിൻ്റെ ലൈഫ് ടൈം അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 21 days ആണ്. ദെൻ സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ്, ദാറ്റ് ഇസ് CPD, 14 ml ഓഫ് ആൻറ്റികോയാഗുലൻ്റ് ആണ് 100 ml ബ്ലഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. 21 ദിവസം തന്നെയാണ് അതിൻ്റെയും സ്റ്റോറേജ് പീരീഡ്. സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡബിൾ ഡെക്സ്ട്രോസ് എന്ന് പറയുമ്പോൾ CP2D, സിമിലർലി 14 ml of anticoagulant per 100 ml of blood, 21 days itself is the shelf life. And nowadays ഇപ്പോൾ ഇറങ്ങുന്ന ബ്ലഡ് ബാഗ്സിലെല്ലാം ഉള്ള ആൻറ്റികോയാഗുലൻറ്റ് പ്രിസർവേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് CPDA ആണ്. ദാറ്റ് ഇസ് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡെനിൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ ആൻറ്റികോയാഗുലൻറ്റ് പ്രിസർവേറ്റീവ് സൊല്യൂഷൻ യൂസ്ഡ് nowadays. അപ്പോൾ CPDA എന്നാണ് പറയുന്നത്. അതിലും 14 ml ആൻറ്റികോയാഗുലൻ്റ് ആണ് 100 ml ബ്ലഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 350 ml ബ്ലഡ്
ഇൻക്ലൂഡ് ചെയ്യുന്ന ബാഗാണെങ്കിൽ എത്ര എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ടൈം അല്ലെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 35 ദിവസം നമുക്ക് ഈ ഒരു ബ്ലഡിനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. സോ എഡിനിൻ എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ് കൂടി എക്സ്ട്രാ വരുന്നത് കൊണ്ട് അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 35 ഡേയ്സിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ബേസിക് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് എഡിനിൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻസ്. നൗ ദ ഗേജ് ഓഫ് നീഡിൽ, ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ദ ഗേജ് ഓഫ് നീഡിൽ യൂസ്ഡ് ഫോർ ബ്ലഡ് ഡൊണേഷൻ. Option A 16 gauge, B 18 gauge, C 21 gauge and D 23 gauge. So the correct answer is 16 gauge. ഇതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, എക്സ്ട്രാ എക്സ്പ്ലനേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നീഡിൽസിനെ കുറിച്ചും നീഡിൽസിൻ്റെ ഡിഫറെൻറ്റ് കളർ കോഡ്സ് ആൻഡ് ഗേജസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. Now question number 14. False negative results in AVO grouping occurs due to option A excess centrifugation in tube method, B dust or detergent in slide or tube, C antisera contaminated with another antibody, D prozone or post-zone phenomenon. So false negative result വരാനുള്ള സാധ്യത, അതായത് പോസിറ്റീവായിട്ട് കൂടി നമുക്ക് എഗ്ലൂട്ടിനേഷൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു സാധ്യത വരുന്നത് ഏത് കണ്ടീഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സസ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂഗേഷൻ കൂടുന്നതിനനുസരിച്ച് എഗ്ലൂട്ടിനേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് സീറ്റ പൊട്ടൻഷ്യൽ കുറയുകയും സെൽ ബട്ടൺ നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സെൽ ബട്ടൺ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവിടെ പോസിറ്റിവിറ്റിയാണ് കൂടുന്നത്, ഒരിക്കലും നെഗറ്റീവ് റിയാക്ഷനിലേക്ക് അത് ലീഡ് ചെയ്യില്ല. എക്സസ് സെൻട്രിഫ്യൂഗേഷൻ. അതേസമയം അണ്ടർ സെൻട്രിഫ്യൂഗേഷൻ ആണ്, നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള സെൻട്രിഫ്യൂഗേഷൻ പീരീഡ് പോലും നമ്മൾ കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ അത് ഫോൾസ് നെഗറ്റീവ് റിയാക്ഷനിലേക്ക് ലീഡ് ചെയ്യാം. So that is not the correct answer. Dust or detergent in the slide or tube. സ്ലൈഡിലോ ട്യൂബിലോ ഡസ്റ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രാനുലർ ആയിട്ടുള്ളൊരു പോസിറ്റിവിറ്റി പോലെ നമുക്ക് തോന്നാം. സോ അവിടെയും ഫോൾസ് പോസിറ്റീവ് റിയാക്ഷൻസിലേക്കാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ സി ആൻറ്റിസിറ കണ്ടാമിനേറ്റഡ് വിത്ത് അനദർ ആൻറ്റിബോഡി. സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിസിറ എന്ന് പറയുന്നത് ആൻറ്റി-എ ആൻറ്റിസിറയാണ്. എന്തെങ്കിലും കാരണവശാൽ ടെക്നിക്കൽ വൈസ് ഓർ സം മിസ്റ്റേക്ക് കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ആൻറ്റിബോഡി സപ്പോസ് ആൻറ്റി-ബി വെച്ച് അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെല്ലുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് എയും പോസിറ്റീവ് തരും, ബിയും പോസിറ്റീവ് തരും. സോ ദർ ഇസ് എ മോർ ചാൻസ് ഓഫ് ഹാവിങ് എ ഫോൾസ് പോസിറ്റീവ് റിയാക്ഷൻ. സോ ആദ്യത്തെ 3 ഓപ്ഷനും ഫോൾസ് പോസിറ്റീവ് റിയാക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, ഫോൾസ് നെഗറ്റീവിലേക്കല്ല. ആൻഡ് 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോസോൺ ഓർ പോസ്റ്റ് സോൺ ഫിനോമിനൻ. എന്താണ് പ്രോസോൺ ഓർ പോസ്റ്റ് സോൺ ഫിനോമിനൻ? ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴും ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും കോൺസെൻട്രേഷൻ ഒപ്റ്റിമം ആകുന്ന സമയത്താണ്. ഓക്കെ, ആൻറ്റിജൻ കുറവും ആൻറ്റിബോഡി കൂടുതലായാലും ആൻറ്റിബോഡി കുറവും ആൻറ്റിജൻ കൂടുതലായാലും എന്ത് ചെയ്യില്ല, എഗ്ലൂട്ടിനേഷൻ ഫോം ചെയ്യില്ല. അപ്പം ആ ഒരു ഫിനോമിനനെയാണ് ബേസിക്കലി നമ്മൾ പ്രോസോണും പോസ്റ്റ് സോണും എന്ന് പറയുന്നത്. സോ ഇത്തരം റിയാക്ഷൻസിൽ ഇത്തരം ഫിനോമിനൻ ഉണ്ടാകുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഓഫ് ഹാവിങ് എ ഫോൾസ് നെഗറ്റീവ് റിയാക്ഷൻ. സോ ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് പ്രോസോൺ ഓർ പോസ്റ്റ് സോൺ ഫിനോമിനൻ. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്ന് അതിൻ്റെ ഒരു നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് എഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. സോ എഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന ആ വിസിബിൾ റിയാക്ഷൻ കിട്ടണമെങ്കിൽ ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി കോൺസെൻട്രേഷൻ ഷുഡ് ബി ഒപ്റ്റിമം. ദാറ്റ് ഈസ് സോൺ ഓഫ് ഇക്വാലൻസ്. അപ്പോൾ 3 സോണായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് പ്രോസോൺ എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ അവിടെ ആൻറ്റിബോഡി എക്സസ് ആണ്. ആൻറ്റിബോഡി എക്സസ് ആവുന്ന സമയത്ത് സെൽസിൻ്റെ മുകളിലൊക്കെ ആൻറ്റിബോഡീസ് വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം കൂടി ഒരു ലാറ്റിസിലേക്ക് ഫോം ചെയ്തിട്ടില്ല. ലാറ്റിസ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ എഗ്ലൂട്ടിനേഷനിലേക്ക് അത് എത്തുള്ളൂ. സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ സോൺ ഓഫ് ഇക്വാലൻസ് ആണ്. അവിടെ ആൻറ്റിജൻ കോൺസെൻട്രേഷനും അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി കോൺസെൻട്രേഷനും പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ദർ ഈസ് the lattice formation and we can see a visible agglutination reaction also. That's next one. Post സോണിലേക്ക് നോക്കുമ്പോൾ അവിടെ ആൻറ്റിജൻ കൂടുതലും ആൻറ്റിബോഡി കുറവാണ്. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ കിട്ടില്ല. സോ ഇതെല്ലാം ആദ്യത്തെ 2 കേസും അതായത് പ്രോസോണും പോസ്റ്റ് സോണും ഫോൾസ് നെഗറ്റീവ് റിയാക്ഷൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. Question number 15. In hemolytic disease of the newborn, direct Coombs test is used to detect option A sensitized antibodies in baby's serum, B IgA antibody, C sensitized RBCs in baby's blood,
ഡി IgM ആൻറ്റിബോഡീസ്. സോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് RH ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ ആണ്. ആൻഡ് RHHDൻ്റെ കേസിൽ നമ്മൾ DCT എന്ന് പറയുന്ന ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C, ദാറ്റ് ഇസ് സെൻസിറ്റൈസ്ഡ് RBCs ഇൻ ബേബീസ് ബ്ലഡ്. കുഞ്ഞിൻ്റെ ബ്ലഡിലുള്ള സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള RBCസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ എന്ന് പറയുന്നത്? HDN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇറ്റ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദി RBCs ഓഫ് ദ ഫീറ്റസ് ഓർ ന്യൂ ബോൺ ബൈ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മദർ. അതായത് അമ്മയിൽ ഉണ്ടാകുന്ന IgG ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ RBCസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ എന്ന് പറയുന്നത്. RH ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ RH നെഗറ്റീവായിട്ടുള്ള ഒരു അമ്മയിൽ RH പോസിറ്റീവായിട്ടുള്ള ഒരു ബേബി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബേബി ആണെങ്കിൽ ആ ഫസ്റ്റ് ബേബിയുടെ ഡെലിവറിയുടെ സമയത്ത് ഫസ്റ്റ് ബേബിയുടെ ബ്ലഡ് ചെറിയ രീതിയിൽ അമ്മയിലേക്ക് എക്സ്പോസ്ഡ് ആവുകയും അമ്മ ആ ബേബിയുടെ ബ്ലഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് RH IgG ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഡെലിവറിയുടെ ആ ടൈമിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബേബി ഇസ് നോട്ട് യൂഷ്വലി അവർക്ക് ഫസ്റ്റ് ബേബിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സെക്കൻഡ് ബേബിയിൽ വീണ്ടും സെക്കൻഡായിട്ട് ഒരു RH പോസിറ്റീവ് ആയിട്ടുള്ള ബേബി അതേ അമ്മയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഫസ്റ്റ് ബേബിയുടെ ബ്ലഡ് എക്സ്പോസ്ഡ് ആയപ്പോൾ ഉണ്ടായിട്ടുള്ള RH ആൻറ്റിബോഡീസ് പ്ലാസൻ്റ വഴി ക്രോസ് ചെയ്തിട്ട് സെക്കൻഡ് ബേബിയുടെ ഫീറ്റൽ RBCസിനെ ഡയറക്റ്റായിട്ട് നശിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ RHHD എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ബേബിക്ക് പ്രോബ്ലം ഉണ്ടാവില്ല, സെക്കൻഡ് ബേബിയാണ് യൂഷ്വലി RHHD ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. സോ ഇത്തരം കണ്ടീഷനിൽ അമ്മയുടെ ആൻറ്റിബോഡീസ് വെച്ചിട്ട് കുഞ്ഞിൻ്റെ RBCs കോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള RBCസിനെയാണ് നമ്മൾ സെൻസിറ്റൈസ്ഡ് RBCs എന്ന് പറയുന്നത്. എന്താണ് സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്ലൂട്ടിനേഷൻ ആൻഡ് സെൻസിറ്റൈസേഷൻ? സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ RBCs എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഓൺലി ഗെറ്റിംഗ് സെൻസിറ്റൈസ്ഡ്, ദേ ആർ നോട്ട് അഗ്ലൂട്ടിനേറ്റഡ് ബിക്കോസ് IgG ആൻറ്റിബോഡീസ് ആണ്. IgG ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസ് ആണ്. അതായത് റെഡ് സെൽസിൻ്റെ മുകളിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബോഡീസാണ്. പക്ഷേ അഗ്ലൂട്ടിനേഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് സ്വന്തമായിട്ടില്ല. കാരണം അവർ മോണോമറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീസാണ്. ആൻഡ് ഇവരുടെ ഇത്തരം സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള RBCസിൻ്റെ ബാക്കിൽ വന്നിട്ട് കൂംസ് റിയേജൻറ്റ്, അതായത് ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിൻ എന്ന് പറയുന്ന റിയേജൻറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും അവർ അഗ്ലൂട്ടിനേഷൻ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് സെൻസിറ്റൈസ്ഡ് RBCസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ ഡിറ്റക്ടിങ് ഇൻവൈവോ സെൻസിറ്റൈസേഷൻ ഓർ ഇൻവൈവോ കോട്ടിംഗ് ഓഫ് ദി RBCs വിത്ത് ദ മെറ്റേണൽ IgG ആൻറ്റിബോഡീസ്. പക്ഷേ ഈ HDN എന്ന് പറയുന്ന കണ്ടീഷനിൽ മാത്രമല്ല, മറ്റുള്ള ചില കണ്ടീഷൻസിലും ഇതുപോലെ RBCസിന് സെൻസിറ്റൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. ഏത് സിറ്റുവേഷൻസിലാണ്? ഒന്നെന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലിറ്റിക് അനീമിയ. അവിടെ എന്താണ്? RBCക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓട്ടോ ആൻറ്റിബോഡീസ് ആണ് ഡിറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ഡോണറിൻ്റെ RBCക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ കോട്ടിംഗ് നടക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് റെഡ് സെൽ സെൻസിറ്റൈസേഷൻ. അവിടെ ഡ്രഗ് എപ്പിറ്റോപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആണ് RBCസിൻ്റെ മുകളിൽ പോയി വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സോ ഇത്തരം സിറ്റുവേഷൻസിലെല്ലാം ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസിനെ കണ്ടുപിടിക്കാനാണ്. നോട്ട് ആൻറ്റിബോഡീസ് വിച്ച് ആർ കോട്ടഡ് ഓൺ ടു ദി RBCs. അവിടെ ഡയറക്റ്റ്ലി നമ്മൾ ഇൻകംപ്ലീറ്റ് ആൻറ്റിബോഡീസിനെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റിൻ്റെ കേസിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ്. നൗ കമ്മിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 16. Which statement about tissue fixative is not true? ടിഷ്യൂ ഫിക്സേറ്റീവിനെ കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ, പ്രിസർവ് സെൽസ് ആൻഡ് ടിഷ്യൂ ബൈ പ്രിവെൻറ്റിംഗ് ഓട്ടോലൈസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ. അതായത് ടിഷ്യൂവിൻ്റെ അല്ലെങ്കിൽ സെൽസിൻ്റെ ഓട്ടോലൈസിസും പ്യൂട്രിഫാക്ഷനും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് അവരെ പ്രിസർവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. കറക്റ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഹാർഡൻസ് സോഫ്റ്റ് ടിഷ്യൂ, ഫിക്സേറ്റീവിൽ ഇടുന്നത് വഴി ടിഷ്യൂ ഒന്ന് ഹാർഡൻ ആവുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസിനെ ഒന്ന് ഹാർഡാക്കി മാറ്റുന്നു. അതും ഫിക്സേറ്റീവിനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആക്സിലറേറ്റ് ഫിക്സേഷൻ. സോ ബേസിക്കലി ഈ ഫിക്സേറ്റീവ്
എത്രമാത്രം ടിഷ്യൂസിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്ടർ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പെനിട്രേഷൻ പവർ കൂട്ടാൻ ഒരു പരിധി വരെ ടെമ്പറേച്ചറിന് കഴിയും. ടെമ്പറേച്ചർ കൂട്ടുന്നത് വഴി റാപ്പിഡായിട്ട് അല്ലെങ്കിൽ ദ പെനിട്രേറ്റിംഗ് പവർ ഓഫ് ദ ഫിക്സേറ്റീവ് ക്യാൻ ബി ആക്സിലറേറ്റഡ് ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഫിക്സേഷൻ്റെ റേറ്റും കൂടും എന്നുള്ളതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓപ്ഷൻ ഡി, പ്രൊലോങ്ഡ് ഫിക്സേഷൻ പ്രിസർവ്സ് ആൻറ്റിജനിസിറ്റി വെൽ. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അതായത് ഫിക്സേഷൻ ഒരുപാട് സമയം വെക്കും തോറും ആൻറ്റിജൻ നഷ്ടപ്പെടാനാണ് സാധ്യത. ആൻറ്റിജൻ പ്രിസർവ് ചെയ്യല ചെയ്യുന്നത് ഇറ്റ് ലീഡ്സ് ടു ദ ലോസ് ഓഫ് സം ടിഷ്യൂ ആൻറ്റിജൻസ് ഓർ മാസ്കിംഗ് ഓഫ് ടിഷ്യൂ ആൻറ്റിജൻസ്. അതിനൊക്കെയാണ് കൂടുതലും ചാൻസ് കൂടുതൽ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. പ്രൊലോങ്ഡ് ഫിക്സേഷൻ പ്രിസർവ്സ് ആൻറ്റിജനിസിറ്റി വെൽ. സോ എന്തൊക്കെയാണ് ഒരു ഫിക്സേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എൻ ഐഡിയൽ ഫിക്സേറ്റീവ്? ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഓട്ടോലൈസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ ഓഫ് ദ സെൽ, ഇറ്റ് ഹാർഡൻസ് ദ ടിഷ്യൂ, ഇറ്റ് ഇൻക്രീസസ് ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് it preserves the tissue in their natural state and fix all tissue components. It should penetrate the tissue evenly and rapidly. Then it should not cause shrinkage or swelling of the സെൽസ്. ഇതൊക്കെയാണ് ഒരു ഐഡിയൽ ഫിക്സേറ്റീവിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെ ചോദ്യത്തിലുണ്ടായിരുന്നത് പ്രൊലോങ്ഡ് ഫിക്സേഷൻ. ഫിക്സേഷൻ പ്രൊലോങ്ഡ് ആകുന്ന സമയത്ത് അവിടെ ആൻറ്റിജൻ നഷ്ടപ്പെടാനോ ആൻറ്റിജൻ മാസ്ക്ഡ് ആയി പോകാനോ അല്ലെങ്കിൽ ചില ടിഷ്യൂസിനകത്ത് കാണപ്പെടുന്ന ചില എൻസൈംസ് എല്ലാം ഇൻഹിബിറ്റഡ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി എന്ന് പറയുന്ന ടെക്നിക്സിലെല്ലാം ഫോർമലിൻ ഫിക്സേഷൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് മാസ്കിംഗ് ഓഫ് ടിഷ്യൂ ആൻറ്റിജൻസ് എന്ന് പറയുന്നൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഫോർമലിൻ ഫിക്സേറ്റീവ് ഉണ്ടാകുമ്പോൾ ക്രോസ് ലിങ്കേജസ് ഫോം ചെയ്തിട്ട് ചില ആൻറ്റിജൻസ് മാസ്ക്ഡായി പോകുന്നു. അപ്പോൾ നമുക്ക് ആൻറ്റിബോഡി അപ്ലൈ ചെയ്താലും ആൻറ്റിജൻസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ IHC എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ ആൻറ്റിജൻ റിട്രീവൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടെക്നിക്ക് കൂടെ ചെയ്യുന്നത്. ഓക്കെ, now coming on to question number 17, which of the following is not a clearing agent? ക്ലിയറിംഗ് ഏജൻറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, ഈഥൈൽ ആൽക്കഹോൾ, ബി, സെഡാർവുഡ് ഓയിൽ, സി, ബെൻസീൻ, ഡി, സൈലീൻ. സോ ഈഥൈൽ ആൽക്കഹോൾ, സെഡാർവുഡ് ഓയിൽ, ബെൻസീൻ ആൻഡ് സൈലീൻ. സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ ഒരു ക്ലിയറിംഗ് ഏജൻ്റ് അല്ല. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. ബാക്കിയുള്ള മൂന്നെണ്ണം സെഡാർവുഡ് ഓയിൽ ആയാലും ബെൻസീൻ ആയാലും സൈലീൻ ആയാലും ക്ലിയറിംഗ് ഏജൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. സോ എന്താണ് ബേസിക്കലി ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ ടിഷ്യൂ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരുപാട് സ്റ്റെപ്സ് അതിൽ വരുന്നുണ്ട്. ഫസ്റ്റ്, സ്റ്റാർട്ടിങ് ഫ്രം ദ സാമ്പിൾ, നമ്മൾ ബയോപ്സി സാമ്പിൾ ഹിസ്റ്റോപത്തോളജി ലാബിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതുവഴി നമുക്ക് ടിഷ്യൂവിനെ ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടിഷ്യൂവിനെ പ്രിസർവ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ചെയ്യാവുന്ന മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ടിഷ്യൂ പ്രോസസ്സിംഗ് ആണ്. ടിഷ്യൂ പ്രോസസ്സിങ്ങിൽ ബേസിക്കലി 3 സ്റ്റെപ്സാണ് വരുന്നത്: ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രിഗ്നേഷൻ. അതിനുശേഷം ഇംപ്രിഗ്നേറ്റഡ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ടിഷ്യൂസിനെയാണ് നമ്മൾ എംബഡിങ് ചെയ്യുന്നത്. എംബഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടിഷ്യൂവിൻ്റെ മൈക്രോട്ടോം എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്യുന്നു, തിൻ സെക്ഷൻസായി കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുന്നു. സ്റ്റെയിനിങ് ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പി. ഇതാണ് ഓവറോൾ ആയിട്ട് ഹിസ്റ്റോപത്തോളജിയിലുള്ള ആ ഒരു ഫ്ലോ. സോ ഫിക്സേഷൻ, ഇപ്പോൾ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വി ആർ കോമൺലി യൂസിങ് ഫോർമലിൻ ഫിക്സേറ്റീവ് ആണ് യൂഷ്വലി നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത്. 10% ഫോർമലിൻ. 10% ഫോർമലിൻ എന്ന് പറയുമ്പോൾ അവിടെ 10 ml ഫോർമലിൻ ഇസ് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ, അല്ലെങ്കിൽ 10 ml ഫോർമലിൻ എടുത്തിട്ട് 90 ml വാട്ടർ എടുത്ത് മേക്കപ്പ് ചെയ്യുക, 100ലേക്ക് മേക്കപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് ബേസിക്കലി 10% ഫോർമലിൻ. ദെൻ ഡീഹൈഡ്രേഷൻ. എന്തിനാണ് നമ്മൾ ഫിക്സേഷൻ കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ, ആ ടേം തന്നെ വ്യക്തമാക്കാം, ടിഷ്യൂവിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡീഹൈഡ്രേഷൻ എന്നുള്ളത്. സോ ടിഷ്യൂവിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകും. ആൻഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതും ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിക്സേറ്റീവിലാണ്, ഒരു എക്വസ് ഫിക്സേറ്റീവ്. 90% വാട്ടർ അടങ്ങുന്ന ഒരു ഫിക്സേറ്റീവിലാണ് നമ്മൾ ടിഷ്യൂവിനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിഷ്യൂ വിൽ ഹാവ് വാട്ടർ. സോ ആ വാട്ടറിനെ നമ്മൾ റിമൂവ് ചെയ്യണം. വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഡീഹൈഡ്രേഷൻ. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ടിഷ്യൂ ഇസ് റിമൂവ്ഡ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആൽക്കഹോൾ. അതിനുശേഷം നമ്മൾ ആൽക്കഹോളിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വാട്ടറിനെ റിമൂവ് ചെയ്തു. ഇനി ആൽക്കഹോളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പാണ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. സോ ആൽക്കഹോളിനെ റിമൂവ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഇംപ്രിഗ്നേഷൻ,
അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പാരഫിൻ വാക്സ് ആണ്. പാരഫിൻ വാക്സ് കൂടി സൊല്യൂബിൾ ആകുന്ന അല്ലെങ്കിൽ പാരഫിൻ വാക്സ് ഡിസോൾവ് ചെയ്യുന്ന ഒരു കെമിക്കൽ വെച്ചിട്ട് ടിഷ്യൂവിനെ നമ്മൾ പെനിട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് ക്ലിയറിങ്. സോ ക്ലിയറിങ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് സൈലിൻ എന്ന് പറയുന്ന കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ്. ക്ലിയറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോൾട്ടൻ പാരഫിൻ വാക്സ് അതിൽ ഇംപ്രിഗ്നേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ടിഷ്യൂ പ്രോസസ്സിങ്ങിൻ്റെ ഓവറോൾ പ്രൊസീജിയർ. ആൻഡ് ഇംപ്രിഗ്നേറ്റ് ചെയ്ത ടിഷ്യൂസിനെ പിന്നെ നമ്മൾ എംബഡ് ചെയ്യുന്നു. എംബഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പാരഫിൻ വാക്സ് ആണ്. സോ ചോദ്യം എന്തായിരുന്നു? ക്ലിയറിംഗ് ഏജൻറ്റ് ഏതൊക്കെയാണെന്നായിരുന്നു. സോ ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയറിംഗ് ഇസ് എ പ്രൊസീജിയർ ബൈ വിച്ച് ഡീഹൈഡ്രേഷൻ കഴിഞ്ഞാലുള്ള സ്റ്റെപ്പാണ് ക്ലിയറിംഗ്. ഡീഹൈഡ്രേഷന് യൂസ് ചെയ്യുന്നത് ആൽക്കഹോളാണ്. സോ ആൽക്കഹോളിനെ റിമൂവ് ചെയ്തിട്ട് ആൽക്കഹോളിന് പകരം ഇംപ്രിഗ്നേറ്റിംഗ് മീഡിയം കൂടി സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സോൾവെൻറ്റ് വെച്ചിട്ട് നമ്മൾ ടിഷ്യൂവിനെ പെനിട്രേറ്റ് ചെയ്യിപ്പിക്കുക. ദാറ്റ് ഈസ് ബേസിക്കലി ക്ലിയറിംഗ്. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ബൈ വിച്ച് ദി ആൽക്കഹോൾ ഇൻ ദി ടിഷ്യൂ ഇസ് റീപ്ലേസ്ഡ് ബൈ എ ഫ്ലൂയിഡ് വിച്ച് വിൽ ഡിസോൾവ് ദ വാക്സ് യൂസ്ഡ് ഫോർ ഇംപ്രിഗ്നേറ്റിംഗ് ദ ടിഷ്യൂസ്. സോ ദാറ്റ് ഈസ് ക്ലിയറിംഗ്. അപ്പോൾ ക്ലിയറിംഗ് ഏജൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോറോഫോം ഉപയോഗിക്കാം, സൈലിൻ ഉപയോഗിക്കാം, ടൊലുവിൻ ഉപയോഗിക്കാം, പ്രൊപ്പിലിൻ ഓക്സൈഡ് ഉപയോഗിക്കാം, സെഡാർവുഡ് ഓയിൽ, ബെൻസീൻ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടും നമ്മൾ ഹിസ്റ്റോപത്തോളജിയിൽ ഉപയോഗിക്കുന്നത് സൈലിൻ എന്ന് പറയുന്ന ക്ലിയറിംഗ് ഏജൻ്റാണ്. ഏറ്റവും ബെസ്റ്റ് ക്ലിയറിംഗ് ഏജൻറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെഡാർവുഡ് ഓയിലാണ്. റിസർച്ച് പർപ്പസസിന് മാത്രം യൂസ് ചെയ്യുന്ന ദ വെരി ബെസ്റ്റ് ക്ലിയറിംഗ് ഏജൻറ്റ് സെഡാർവുഡ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് സെഡാർവുഡ് ഓയിൽ. ദെൻ ക്ലിയറിങ്ങിൻ്റെ എൻഡ് പോയിന്റ് നമ്മൾ നോക്കുന്നത് ടിഷ്യൂവിൻ്റെ ട്രാൻസ്പെറൻസി നോക്കിയിട്ടാണ്. അതാണ് ക്ലിയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ ഓപ്ഷൻസിലുണ്ടായിരുന്നത് ഈത്തൈൽ ആൽക്കഹോളാണ്. സോ ഈത്തൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. ഈത്തൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. സോ വാട്ട് ഈസ് ഡീഹൈഡ്രേഷൻ? Dehydration is the process by which the water content in the tissue is removed. കാരണം വാട്ടറിൽ പാരഫിൻ വാക്സ് മിസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാട്ടറിനെ റിമൂവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്തു. പക്ഷേ ആൽക്കഹോളിലും പാരഫിൻ വാക്സ് മിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആൽക്കഹോളിനെയും റിമൂവ് ചെയ്തിട്ട് സൈലിൻ വെച്ചിട്ട് നമ്മൾ ടിഷ്യൂനെ ക്ലിയർ ചെയ്തു. സൈലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മിസിബിൾ ഇൻ ബോത്ത് ആൽക്കഹോൾ ആസ് വെൽ ആസ് പാരഫിൻ വാക്സ്. അതാണ് സൈലിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ഡീഹൈഡ്രേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈത്തൈൽ ആൽക്കഹോളാണ്. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈത്തൈൽ ആൽക്കഹോളാണ്. മെത്തനോൾ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, അതായത് ഈത്തൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഈത്തൈൽ ആൽക്കഹോൾ ഒബ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ലൈസൻസ് ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ എത്തനോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സെക്കൻഡ് ചോയ്സ് ഓഫ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. പിന്നെ നമുക്ക് ബ്യൂട്ടൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം, ഡിനേച്ചേർഡ് ആൽക്കഹോൾ യൂസ് ചെയ്യാം. ഡിനേച്ചേർഡ് ആൽക്കഹോളിനെ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ മിഥൈലേറ്റഡ് സ്പിരിറ്റ് എന്നും പറയാറുണ്ട്. പിന്നെ അസറ്റോൺ യൂസ് ചെയ്യാം. അസറ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ് അസറ്റോൺ. ഡയോക്സിൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. സോ ഇതൊക്കെയാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്സിന് എക്സാമ്പിൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ ഹിസ്റ്റോപത്തോളജി ഹോണിംഗ് ഈസ് എ പ്രോസസ് ടു ഓപ്ഷൻ എ പോളിഷ് നൈഫ്, ബി ഷാർപ്പൻ നൈഫ് ബൈ റിമൂവിംഗ് നിക്സ്, സി ടു ട്രിം ദ പാരഫിൻ ബ്ലോക്ക്, ഡി ടു എംബഡ് ഇംപ്രിഗ്നേറ്റഡ് ടിഷ്യൂ ഇൻ വാക്സ്. അപ്പോൾ ഹിസ്റ്റോപത്തോളജിയിൽ ഹോണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഹോണിംഗ് എന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പനിങ് ഓഫ് നൈഫ് എന്നുള്ളതാണ് ഹോണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ടു ഷാർപ്പൻ നൈഫ് ബൈ റിമൂവിങ് നിക്സ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പോളിഷ് നൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഹോൺ ചെയ്തിട്ടുള്ള ഒരു നൈഫിനെ ഒന്നുകൂടി പോളിഷ് ചെയ്യുക, അതാണ് സ്ട്രോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹോണിംഗ് മുതൽ നമുക്ക് തുടങ്ങാം. ഹോണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഷാർപ്പനിങ് ദ നൈഫ് ബൈ ഗ്രൈൻഡിങ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ നൈഫ് ഓൺ എ ഹാർഡ് അബ്രസീവ് സർഫസ് കോൾഡ് ഹോൺ. അതായത് ഹോൺ എന്ന് പറയുന്ന ഒരു സർഫസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന നൈഫിനെ ഷാർപ്പൻ ചെയ്യുക. അതിൻ്റെ നൈഫിൻ്റെ അറ്റത്തുള്ള കുഴികളും അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടായിട്ടുള്ള നിക്സും അങ്ങനെയുള്ള റാഗ്ഡ് ആയിട്ടുള്ള എഡ്ജസും എല്ലാം ഒഴിവാക്കി ഒരു അബ്രസീവ് സർഫസിൻ്റെ മുകളിൽ നൈഫിനെ ഗ്രൈൻഡ് ചെയ്ത് മൂർച്ച കൂട്ടുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബേസിക്കലി ഹോണിംഗ് എന്ന് പറയുന്നത്. ഹോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോണിൻ്റെ മുകളിലാണ് നമ്മൾ യൂഷ്വലി ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഷാർപ്പനിങ് ഓഫ് നൈഫ് എന്ന് പറയുമ്പോൾ അത് ഹോണിങ്ങും, ഓൾറെഡി ഷാർപ്പൻഡ് ആയിട്ടുള്ള നൈഫിനെ
പോളിഷ് ചെയ്തെടുക്കുന്നതിനെ സ്ട്രോപ്പിങ്ങും എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് ട്രിമ്മിങ്? ട്രിമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പ്രോസസ്സിങ് കഴിഞ്ഞു, ടിഷ്യൂവിനെ എംബഡ് ചെയ്തു, പാരഫിൻ വാക്സിൽ നമ്മൾ എംബഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാക്സിൻ്റെ കുറച്ച് അടിയിലായിട്ടായിരിക്കും ഈ ടിഷ്യൂ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വാക്സിനെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള പോർഷനിൽ കാണുന്ന വാക്സിനെ ഒഴിവാക്കിയിട്ട് ടിഷ്യൂ എക്സ്പോസ്ഡ് ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ട്രിമ്മിങ് ചെയ്യണം. സോ ട്രിമ്മിങ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ ടിഷ്യൂ സർഫസ് ഇസ് എക്സ്പോസ്ഡ് ഫോർ തിൻ സെക്ഷനിങ്. അപ്പോൾ നമുക്ക് വളരെ തിന്നായിട്ടാണ് നമ്മൾ 3 to 5 മൈക്രോൺസിലാണ് നമ്മൾ മൈക്രോടോമിലെ സെക്ഷൻസ് കട്ട് ചെയ്യുന്നത്. സോ ബ്ലോക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വാക്സിലാണ് നമ്മൾ ഈ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എംബഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടിഷ്യൂനെ നമ്മൾ എംബഡ് ചെയ്യുന്നത് വാക്സിലാണ്. സോ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ആ വാക്സിനെ കുറച്ച് റിമൂവ് ചെയ്തിട്ട് ടിഷ്യൂ എക്സ്പോസ്ഡ് ആകുന്നത് വരെ നമ്മൾ ട്രിമ്മിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യണം. സോ ട്രിമ്മിങ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് 25 to 30 മൈക്രോൺസിലാണ്. 25 to 30 മൈക്രോൺസിലേക്ക് മൈക്രോടോമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അത്രയും തിക്കായിട്ടുള്ള സെക്ഷൻസ് നമ്മൾ എടുക്കുന്നു. സെക്ഷൻസ് എടുക്കല്ല, നമ്മൾ വാക്സിനെ എടുത്ത് മാറ്റുന്നു. ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള പോർഷനിലുള്ള വാക്സിനെ എടുത്ത് മാറ്റിയിട്ട് ടിഷ്യൂ എക്സ്പോസ്ഡ് ആകുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ടിഷ്യൂ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോൺസ് മാറ്റിയിട്ട് 5 മൈക്രോൺസിലേക്ക് അല്ലെങ്കിൽ 4 or 3 മൈക്രോൺസിലേക്ക് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തിൻ സെക്ഷൻസ് കട്ട് ചെയ്തെടുക്കുന്നു. സോ കട്ടിങ്ങിന് മുന്നേയുള്ള ഒരു സ്റ്റെപ്പാണ് ട്രിമ്മിങ് എന്ന് പറയുന്നത്, ജസ്റ്റ് ടു എക്സ്പോസ് ദ ടിഷ്യൂ ഫ്രം ദി ബ്ലോക്ക്. ഓക്കെ, നൗ വാട്ട് ഈസ് എംബഡിങ്? എംബഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂവിനെ ഒരു സപ്പോർട്ടിംഗ് മീഡിയത്തിനകത്ത് കാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എംബഡിങ് എന്ന് പറയുന്നത്. എംബഡിങ് മൗൾഡിലാണ് നമ്മൾ യൂഷ്വലി എംബഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. പണ്ടെല്ലാം ല്യൂക്കാർഡ്സ് എൽ മൗൾഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മൗൾഡ്സ് അവൈലബിൾ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ടിഷ്യൂവിനെ എംബഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ കമ്മിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ സിന്തറ്റിക് ഡൈ? അപ്പം നമുക്കറിയാം ഡൈസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നാച്ചുറൽ ഡൈസും ഉണ്ട്, സിന്തറ്റിക് ഡൈസും ഉണ്ട്. നാച്ചുറൽ ഡൈസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ സോഴ്സസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. സിന്തറ്റിക് ഡൈസ് ആർ ബേസിക്കലി കെമിക്കൽ സബ്സ്റ്റൻസസ്. സോ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ഓപ്ഷൻ എ കാർമിൻ, ബി ഓർസിൻ, സി ഇയോസിൻ, ഡി ഹെമറ്റോക്സിലിൻ. അപ്പോൾ ഇതിൽ സിന്തറ്റിക് ഡൈ എന്ന് പറയുന്നത് ഇയോസിൻ ആണ്. ഓക്കെ, ബാക്കിയുള്ള 3 കാർമിനും ഓർസിനും ഹെമറ്റോക്സിലിനും നാച്ചുറൽ ഡൈസ് ആണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നാച്ചുറൽ ഡൈസ്, ഏതൊക്കെയാണ് സിന്തറ്റിക് ഡൈസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല PSCയിലും തിരിച്ചും മറിച്ചും ചോദിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നാച്ചുറൽ ഡൈസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഹെമറ്റോക്സിലിൻ. ഹെമറ്റോക്സിലിൻ എന്ന് പറയുന്നത് ഹെമറ്റോക്സിലോൺ ക്യാമ്പച്ചിയാനം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ബാർക്കിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. റെഡ്വുഡ് ട്രീ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഹെമറ്റോക്സിലിൻ. ദെൻ കാർമിൻ എന്ന് പറയുമ്പോൾ ഫീമെയിൽ കൊച്ചിനീൽ ബഗ്, കോക്കസ് കാക്ടി എന്ന് പറയും, ഒരു ബഗ്ഗിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് കാർമിൻ. ദെൻ ഓർസീൻ എന്ന് പറഞ്ഞാൽ ലൈക്കൻസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ലൈക്കൻസിൻ്റെ സയൻറ്റിഫിക് നെയിം കൊടുത്തിട്ടുണ്ട്, റോസെല്ല ടിങ്ടോറിയ ആൻഡ് ലെസനോറ ടിങ്ടോറിയ. അപ്പം ഈ ലൈക്കൻസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡൈ ആണ് ഓർസീൻ. സാഫ്രൺ ഇസ് ഓൾസോ എ നാച്ചുറൽ ഡൈ. സാഫ്രൺ ഫ്ലവർ, അതായത് ക്രോക്കസ് സറ്റൈവസ്, അതിൻ്റെ ഡ്രൈഡ് സ്റ്റിഗ്മയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് സാഫ്രൺ. ലിറ്റ്മസ് എന്ന് പറയുന്നതും ലൈക്കൻസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്, റോസെല്ല ടിങ്ടോറിയ. ദെൻ ബ്രസിലിൻ എന്ന് പറയുന്നത് റെഡ്വുഡ് ട്രീസ് ആൻഡ് ഷ്രബ്സിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ബ്രസിലിൻ. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ഡൈസ്. ദെൻ വാട്ട് അബൌട്ട് സിന്തറ്റിക് ഡൈസ്? സിന്തറ്റിക് ഡൈസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഫാസ്റ്റ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഇയോസിൻ, ബേസിക് ഫക്സിൻ, ആസിഡ് ഫക്സിൻ, ക്രിസ്റ്റൽ വയലറ്റ്, അനിലിൻ ബ്ലൂ, ടൊലുഡിൻ ബ്ലൂ, മീഥൈൽ വയലറ്റ്, ദെൻ മിഥിലിൻ ബ്ലൂ, ആൽഷിൻ ബ്ലൂ, ഓയിൽ റെഡ് ഓ. ഇതെല്ലാം സിന്തറ്റിക് ഡൈസിന് എക്സാമ്പിൾസ് ആണ്. സോ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. നൗ ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അബൌട്ട് ആലം ഇൻ ഹിസ്റ്റോ ടെക്നിക്? അപ്പം ആലത്തിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് യൂസ്ഡ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് ഡിഫറൻഷിയേഷൻ ആൻഡ് സ്റ്റെയിനിങ്. ബി ഇസ് എ ഡൈ വിച്ച് ഇംപ്രൂവ്സ് സ്റ്റെയിനിങ് റിയാക്ഷൻ. സി is double sulfates of trivalent metals. D,
ഈസ് എ ബ്ലൂയിങ് ഏജൻറ്റ് ഇൻ സ്റ്റെയിനിങ്. സോ ആലത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഡബിൾ സൾഫേറ്റ്സ് ഓഫ് ട്രൈവാലൻറ്റ് മെറ്റൽസ്. ട്രൈവാലൻറ്റ് മെറ്റൽസിൻ്റെ ഡബിൾ സൾഫേറ്റ് ആണ് ബേസിക്കലി ആലം എന്ന് പറയുന്നത്. സോ വിൽ സീ വാട്ട് ആർ ദി അതർ ഓപ്ഷൻസ്. അതിനു മുന്നേ നമുക്ക് ആലം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഈസ് ബേസിക്കലി ആലം? എന്തായിട്ടാണ് നമ്മളിവിടെ ആലം യൂസ് ചെയ്യുന്നത്? ആലം എന്ന് പറഞ്ഞാൽ അതൊരു മോർഡൻ്റ് ആണ്. ഓക്കെ, മോർഡൻ്റ് ആണ്. മോർഡൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ അറ്റാച്ചിങ് ഓർ ബൈൻഡിങ് എ സ്റ്റെയിൻ ഓർ ഡൈ ടു ദ ടിഷ്യൂ. അപ്പം ടിഷ്യൂവിനോടുള്ള അഫിനിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഏജൻ്റാണ് ബേസിക്കലി മോർഡൻ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ടിഷ്യൂവിന് ഡൈയിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഓർ ബൈൻഡിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക ബൈ ഫോമിങ് എ കോവലൻറ്റ് ഓർ എ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് ടിഷ്യൂവും ഡൈയും തമ്മിലുള്ള ബൈൻഡിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജൻ്റാണ് മോർഡൻ്റ്. അതിനെ നമുക്ക് കീലേഷൻ എന്നും പറയാം. സോ മോഡേൺ ആയിട്ട് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് സാൾട്ട്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ഡൈവാലൻറ്റ് ഓർ ട്രൈവാലൻറ്റ് മെറ്റൽസ് ആണ്. അറ്റ്ലീസ്റ്റ് 2 വാലൻസി ഉള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ആലം അല്ലെങ്കിൽ മോർഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ മോർഡൻറ്റും ഡൈയും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഫോംസ് എ ലേക്ക്. ഓക്കെ, ആൻഡ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോർഡൻ്റ് ആണ് ആലം. ആലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലുമിനിയം പൊട്ടാസ്യം സൾഫൈറ്റ് ആണ്. സോ ഇറ്റ് ഫോംസ് എ ലിങ്ക് ബിറ്റ്വീൻ ടിഷ്യൂവും ഡൈയുമായിട്ട്, ഡൈൻ്റെയും ഇടയിലുള്ള ഒരു ലിങ്കായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ മോർഡൻ്റ്. സോ ഇവിടെ മോർഡൻറ്റിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ ചാർജസിൻ്റെ ബേസിസിലാണ് ബേസിക്കലി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹെമറ്റോക്സിലിൻ്റെ കേസിൽ ആലം ഹെമറ്റോക്സിലിൻ, ഹാരിസ് ഹെമറ്റോക്സിലിനാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ആലം ഹെമറ്റോക്സിലിനാണ്. സോ ടിഷ്യൂ ഹെമറ്റോക്സിലിൻ യൂഷ്വലി സ്റ്റെയിൻ ചെയ്യുന്നത് ന്യൂക്ലിയസിൻ്റെ പാർട്ട് തന്നെയാണ്. സോ ആ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് ആനിയോണിക് ആണ്. ഹെമറ്റോക്സിലിനിൽ കാണുന്ന ഹെമാറ്റിനും ആനിയോണിക് ആണ്. സോ ഇവർ രണ്ടുപേർക്കും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം ഒരു അട്രാക്ട് ചെയ്യാനുള്ളൊരു ചോയ്സ് ഇല്ല, ബിക്കോസ് ബോത്ത് ആർ ആനിയോണിക്. സോ മോഡേൺ എന്താണ് ചെയ്യുന്നത്? ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുകയും ഇവരുടെ ബൈൻഡിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് എ മോഡൻറ്റ്. നൗ ഡിഫറൻഷിയേഷൻ മറ്റൊരു സ്റ്റെപ്പായിരുന്നു ഡിഫറൻഷിയേഷൻ. എന്താണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? എക്സസ് ഡൈനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ. നമ്മൾ ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് ആൽക്കഹോളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ട്. സോ ഹെമറ്റോക്സിലിൻ ഒരു ബേസിക് ഡൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആസിഡ് ഡിഫറൻഷിയേറ്റിംഗ് സൊല്യൂഷനാണ് യൂസ് ചെയ്യേണ്ടത്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻഷിയേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത് 1% ആസിഡ് ആൽക്കഹോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ലിഥിയം കാർബണേറ്റ്, ഡൈല്യൂട്ട് അസിറ്റിക് ആസിഡ്, ഇതെല്ലാം നമുക്ക് ഡിഫറൻഷിയേഷൻ പേർപ്പസിന് യൂസ് ചെയ്യാം. ഇതൊക്കെ ഓരോരോ പല പല സ്റ്റെയിനിങ്ങിനും പല പല ഡിഫറൻഷിയേറ്റിംഗ് ഏജൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോമൺലി നമ്മൾ ഹെമറ്റോക്സിലിന് 1% ആസിഡ് ആൽക്കഹോൾ എന്ന് പറയുന്ന ഡിഫറൻഷിയേറ്റിംഗ് ഏജൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. നൗ മറ്റൊരു പ്രൊസീജിയർ കൂടെ പറഞ്ഞിരുന്നു, ഇൻക്രീസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റെയിനിങ്. ആലത്തിൻ്റെ ഫങ്ഷൻ അല്ല സ്റ്റെയിനിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്നുള്ളത് ആലത്തിൻ്റെ ഫങ്ഷൻ അല്ല. ആലം എന്ന് പറയുന്നത് ടിഷ്യൂവും ഡൈയും തമ്മിലുള്ള ഒരു ലിങ്ക് മാത്രമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഡൈക്ക് ടിഷ്യൂ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിങ്കാണ് ബേസിക്കലി മോർഡൻറ്റ് അല്ലെങ്കിൽ ആലം എന്ന് പറയുന്നത്. സോ എക്സെൻറ്റുവേറ്റേഴ്സ് എന്താണെന്നുള്ളത് അറിയാം. എക്സെൻറ്റുവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ദീസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഇൻക്രീസസ് ദ സെലക്ടിവിറ്റി ഓർ ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റെയിനിങ്. സ്റ്റെയിനിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി ഓർ സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് എക്സെൻറ്റുവേറ്റേഴ്സ്. അതിന് എക്സാമ്പിളാണ് കാർബോൾ ഫിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീനോൾ, മിഥിലീൻ ബ്ലൂ സ്റ്റെയിനിങ് സൊല്യൂഷനിൽ യൂസ് ചെയ്യുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതെല്ലാം ആക്സെൻറ്റുവേറ്റേഴ്സിന് എക്സാമ്പിളാണ്. ഇവർ സ്റ്റെയിനിങ് ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ്. ഇവർ ഡൈയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ലേക്കൊന്നും ഫോം ചെയ്യുന്നില്ല ലൈക്ക് ദാറ്റ് ഓഫ് മോർഡൻറ്റ്. ദേ ജസ്റ്റ് ഇൻക്രീസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റെയിനിങ് റിയാക്ഷൻ. നൗ ബ്ലൂയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിങ് കഴിഞ്ഞ് ആസിഡ് ആൽക്കഹോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടിഷ്യൂവിനകത്ത്, അതായത് ന്യൂക്ലിയസിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് കളറായിരിക്കും. അപ്പോൾ ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു ഗെറ്റ് എ ബ്ലൂ ബ്ലാക്ക് കളർ. അപ്പോൾ ബ്ലൂയിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ വഴിയാണ് നമ്മൾ ആ ബ്ലൂ ബ്ലാക്ക് കളർ അച്ചീവ് ചെയ്യുന്നത് ബൈ ട്രീറ്റിംഗ് ഇൻ എ വീക്ക് ആൽക്കലൈൻ സൊല്യൂഷൻ. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ടാപ്പ് വാട്ടറാണ്. അതായത് pH കൂട്ടി കൊടുക്കുക, അതായത് ആൽക്കലൈൻ pHലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 8.0 to 8.5 എന്ന് പറയുന്ന ആൽക്കലൈൻ pH അച്ചീവ് ചെയ്യുന്ന സമയത്ത് റെഡ് കളറുള്ള
ന്യൂക്ലിയസ് വിൽ ടേൺ ടു ബ്ലൂ ബ്ലാക്ക്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ബ്ലൂയിങ് എന്ന് പറയുന്നത്. ടാപ്പ് വാട്ടർ, സ്കോച്ച് ടാപ്പ് വാട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട്, സാച്ചുറേറ്റഡ് ലിത്യം കാർബണേറ്റ്, ഇതെല്ലാം ബ്ലൂയിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് 20 ക്വസ്റ്റ്യൻസ്, അതായത് രണ്ടാമത്തെ ഭാഗം. ആദ്യം നമ്മളൊരു 10 ഭാഗം ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. താങ്ക് യു. ഇനി ഒരു 10 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.